വർഷങ്ങൾക്ക് മുമ്പ് ഒളരിക്കര ക്ഷേത്രത്തിൽ തൊഴാൻ കൊണ്ടുവന്ന ഒളരിക്കര കാളിദാസൻ എന്ന ആന ക്ഷേത്ര പരിസരത്തുള്ള മരത്തൈകളെല്ലാം കുത്തിമറിച്ചിട്ട കാര്യം ഒരു പക്ഷേ നിങ്ങൾക്കും ഓർമ്മയുണ്ടാകാം. അതിനൊരു കാരണം കൂടിയുണ്ട്. വയലാർ ശരത്ത് എന്ന മാമ്പി എന്ന ഇരട്ടപ്പേരിൽ അറിയപ്പെടുന്ന ഒരു യുവ ചട്ടക്കാരൻ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലുതായ ആനകളിലൊന്നായ ചിറക്കൽ കാളിദാസിന് ശേഷം അയച്ചുകെട്ടിയ ആനയാണ് ഒളരിക്കര കാളിദാസൻ. അയകിനേക്കാളേറെ വമ്പത്തരം കൊണ്ട് കേരളക്കരയാകെ അറിയപ്പെട്ട ഒളരിക്കര കാളിദാസനെ ചെറുപ്പക്കാരനായ മാമ്പിക്ക് മെരുക്കാനാവുമോ എന്ന കാര്യത്തിൽ കേരളത്തിലുള്ള എല്ലാ ആനപ്രേമികൾക്കും കാര്യമായ രീതിയിലുള്ള ആശങ്കകളുണ്ടായിരുന്നു. കാരണം തൊട്ടു മുമ്പ് കായംകുളം ശരത്തെന്ന കേരളത്തിലെ പ്രഗത്ഭനായ മറ്റൊരു ആനക്കാരൻ ഈ പറയപ്പെട്ട കാളിദാസനെ അഴിക്കുകയും കൊണ്ടു നടക്കുകയും പരിപാടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസരമൊത്തു കിട്ടിയപ്പോൾ നമ്മുടെ കായംകുളം ശരത്തിനെ പോലും വേണ്ട രീതിയിൽ പെരുമാറി ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കായംകുളം ശരത്തിനെ കാളിദാസൻ ആക്രമിക്കുമ്പോൾ അന്ന് രക്ഷിച്ചത് എരുമയൂർ മണിച്ചേട്ടനാണ്. തൃശ്ശൂർ പൂരമടക്കം 10-30 പരിപാടികൾ കാളിദാസനെ വെച്ച് കായംകുളം ശരത്തേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും കായംകുളം ശരത്തേട്ടൻ നമുക്ക് ഹീറോ തന്നെയാണ്. ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മുടെ അക്രമവാസന കൈമുതലായ ഒളരിക്കര കാളിദാസനെ കുറിച്ചും കുറച്ച് ഫ്ലാഷ് ബാക്ക് പറയാം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കാടുകളിൽ നിന്ന് ഒരിക്കൽ കൂട്ടം തെറ്റി മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടു പോയ ഒരു ചെറിയ കുട്ടിയാന അവിടുത്തെ നാട്ടുകാരുടെ കൈയാൽ രക്ഷപ്പെടുകയും വനം വകുപ്പിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. ചെറുപ്രായത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട ആ കുട്ടിയാന മുത്തങ്ങ ഫോറസ്റ്റിൽ മറ്റു കുട്ടിയാനകളോടൊപ്പം മുലപ്പാലിനു പകരം കുപ്പിപ്പാൽ കുടിച്ച് വളർന്നു വലുതാകുകയാണുണ്ടായത്. മാതൃസ്നേഹത്തിൻ്റെ ബാലപാഠകൾ നഷ്ടപ്പെട്ട ആ കൊച്ചു ആനക്കുറുമ്പൻ കൂട്ടുകാർക്കിടയിൽ കളിച്ചു വളരവേ 2 പാൽ കൊമ്പുകളും കൂടെ വളരുന്നുണ്ടായിരുന്നു. ആ ഇടയ്ക്കാണ് കേരള സർക്കാർ നമ്മുടെ കുട്ടിക്കൊമ്പനെ ലേലം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ആ കാലത്ത് ഇന്ത്യയിലുടനീളം വ്യാപകമായിരുന്ന സർക്കസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോഴിക്കോട്ടുകാരനായ വിക്കി രാജ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ കുട്ടിക്കൊമ്പനെ അന്ന് വിലക്ക് വാങ്ങിയത്. സർക്കസിൽ കാണിക്കാവുന്ന അഭ്യാസങ്ങൾ പരിശീലിപ്പിക്കാൻ അവൻ്റെ പ്രായം അന്ന് അനുയോജ്യ ഘടകമായിരുന്നു. അങ്ങനെ കുറച്ചുകാലം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി അവൻ സർക്കസ് കൂട്ടത്തോടൊപ്പം സഞ്ചരിച്ചു. ടിപ്പു എന്നായിരുന്നു ആ കാലങ്ങളിൽ അവനു നാമധേയം. പക്ഷേ ടിപ്പു ചില്ലറക്കാരനായിരുന്നില്ല. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവൻ അവൻ്റെ ചട്ടം പിത്തരം ഓരോന്നായി പുറത്തെടുത്തുകൊണ്ടേയിരുന്നു. അവസാനം ഗതികെട്ട് സർക്കസ് കമ്പനിക്കാർ ഒരു തീരുമാനത്തിലെത്തി. ഇനി ഇവനെ കൂടെ നിർത്തിയാൽ അവസാനം പെട്ടി മടക്കേണ്ടി വരും. അങ്ങനെ അവർ ടിപ്പുവിനെ പത്രത്തിൽ വിൽക്കാനുണ്ടെന്ന പരസ്യം കൊടുത്തു. അത് ടിപ്പുവിൻ്റെ തിരിച്ചുവരവായിരുന്നു കേരളത്തിലേക്ക്. തൃശ്ശൂരിൽ നിന്നുള്ള ജോർജ് കുട്ടി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ടിപ്പുവിനെ കേരളത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. പക്ഷേ അവൻ്റെ കുറുമ്പുകൾക്ക് അവിടെയും അധികകാലം ആയുസ്സുണ്ടായിരുന്നില്ല. അധികം വൈകാതെ തന്നെ തിരുമാടാംകുന്ന് ദേവസ്വം അവനെ സ്വന്തമാക്കി. അങ്ങനെ തിരുമാടാംകുന്ന് ക്ഷേത്രത്തിൽ മുമ്പുണ്ടായിരുന്ന ദേവിദാസൻ എന്ന ആനയുടെ പിൻഗാമിയായി ദേവി പ്രസാദ് എന്ന പുതിയ നാമകരണം ടിപ്പുവിനെ തേടി വന്നു. പക്ഷേ ഭക്തരുടെ പ്രതീക്ഷകൾക്കേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ദേവി പ്രസാദ്. അക്രമം കൈമുതലാക്കിയ ദേവി പ്രസാദിനെ കാര്യമായ രീതിയിൽ ഉത്സവങ്ങൾക്കോ മറ്റോ ഉപയോഗിക്കാൻ ദേവസ്വത്തിന് കഴിഞ്ഞതില്ല. പക്ഷേ സർക്കസിൽ അവനെ ചട്ടം പഠിപ്പിച്ച കായംകുളം സ്വദേശി സോമൻ ചേട്ടനും കേരളത്തിലെ ഒട്ടുമിക്ക മുൻനിര പാപ്പാന്മാരും ഇവൻ്റെ കാര്യത്തിൽ ഇടപെട്ടു നോക്കിയെങ്കിലും കാര്യമായ രീതിയിലുള്ള പ്രയോജനമുണ്ടായില്ല. വർഷങ്ങൾ മുന്നോട്ടു പോകുന്തോറും അവൻ്റെ സ്വഭാവം കൂടുതൽ മോശമായിക്കൊണ്ടേയിരുന്നു. ആനയെ നിലനിർത്തിക്കൊണ്ടുപോവുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾക്ക് മനസ്സിലായി. അങ്ങനെ മറ്റൊരു കൈമാറ്റത്തിൻ്റെ ഒരു വലിയ സാധ്യത അവിടെ തെളിഞ്ഞു വന്നു. അതേ സമയത്തായിരുന്നു ഒളരിക്കര ക്ഷേത്ര ഭാരവാഹികൾ നല്ലൊരു ആനയ്ക്ക് വേണ്ടി തിരിഞ്ഞുകൊണ്ടേയിരുന്നത്. അധികം വൈകാതെ തന്നെ ദേവി പ്രസാദിനെ ഒളരിക്കര ക്ഷേത്രത്തിൽ 2005 സെപ്റ്റംബർ മാസത്തിൽ നടക്കിരുത്തി. അങ്ങനെ ദേവി പ്രസാദ് പതിയെ ഒളരിക്കര കാളിദാസനായി. ഒളരിക്കരയിലേക്ക് എത്തുമ്പോൾ ഏകദേശം 17 വയസ്സായിരുന്നു അവൻ്റെ പ്രായം. സർവ്വലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഈ കൊമ്പൻ പഴയ തിരുവമ്പാടി ശിവസുന്ദരിൻ്റെ പിൻഗാമിയായി വരെ അറിയപ്പെട്ടു.
അതേസമയം അവൻ്റെ ശരീരം വളരുന്നതോടൊപ്പം അവൻ്റെ ചട്ടമ്പിത്തരവും പതിയെ വീണ്ടും വളരുന്നുണ്ടായിരുന്നു. കേരളത്തിലെ തന്നെ പേരുകേട്ട ഒട്ടനവധി പാപ്പാന്മാർ വന്ന് ശ്രമിച്ചിട്ടും അവർക്കാർക്കും മുമ്പിൽ കീഴടങ്ങാൻ അവൻ സമ്മതിച്ചിരുന്നില്ല. എന്നെ തല്ലിയിട്ടു കാര്യമില്ല, ഞാൻ ഒരിക്കലും നന്നാവുകയില്ല എന്ന് അവൻ ഓരോ പൂരപ്പറമ്പിലും വിളംബരം ചെയ്തുകൊണ്ടേയിരുന്നു. കാലഘട്ടം മുന്നോട്ടു പോകവേ ക്ഷേത്രത്തിനായി ഒരുപാട് നഷ്ടങ്ങൾ മാത്രം സമ്മാനിച്ച ആനയിൽ കേരളത്തിലെ പേരെടുത്ത പാപ്പാന്മാരായ ഇത്തിത്താനം രാജീവ്, നെന്മാറ സുധി പോലുള്ള ആനക്കാർ ആനയിൽ കയറിയിറങ്ങി. പലപ്പോഴായി ക്ഷേത്രങ്ങളും പല വാഹനങ്ങളും അവൻ്റെ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടേയിരുന്നു. മേൽപ്പറഞ്ഞ ചട്ടക്കാരൊക്കെ ആനയെക്കൊണ്ട് പലപ്പോഴായി പരിപാടികൾ എടുത്തുവെങ്കിലും അധികം റിസ്ക് എടുക്കാൻ അവരും താൽപ്പര്യപ്പെട്ടിരുന്നില്ല. നഷ്ടങ്ങളുടെ കണക്ക് അധികമായപ്പോൾ ആന തറയിൽ തന്നെ നിൽക്കട്ടെ എന്ന രീതിയിൽ ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനമെടുത്തു. അതിനുശേഷമായിരുന്നു കായംകുളം ശരത്തിൻ്റെ വരവ്. ആനയുമൊത്ത് മോശമില്ലാത്ത ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്താൻ ശരത്തിനായി എന്ന് തന്നെ പറയാം. പക്ഷേ നല്ല രീതിയിൽ മുന്നോട്ടു പോകവേ അന്നൊരു നാൾ ചിറ്റിലപ്പള്ളിയിൽ വെച്ച് മദപ്പാടിലായ ആനയെ പറമ്പിൽ നിന്ന് അഴിക്കുന്നതിനിടയിൽ ആന ശരത്തിനെ ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ശരത്ത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. അതിനുശേഷവും ഒരുപാട് ആനക്കാർ ആനയിൽ കയറിയിറങ്ങിയെങ്കിലും മാമ്പി ആനയിൽ കയറിയതാണ് കൂടുതൽ ശ്രദ്ധേയമായത്. ഒടുവിൽ മാമ്പി ആനയിൽ നിന്നും വിട പറഞ്ഞതിന് ശേഷം ഏകദേശം 3 മാസക്കാലം കഴിഞ്ഞാണ് ആ മഹാദുരന്തം സംഭവിച്ചത്. ആന കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് അങ്ങനെ ഒരു ദുരന്ത വാർത്ത കൂടി വന്നിരിക്കുകയാണ്. യുവരാജാവ് തൻ്റെടത്തിൻ്റെ പ്രതീകമായ ഒള്ളരിക്കര കാളിദാസൻ നമ്മെ വിട്ടു പിരിഞ്ഞു. മരണപ്പെടുമ്പോൾ ഏകദേശം 35 വയസ്സ് പ്രായം അവനുണ്ടായിരുന്നു. ആനയുടെ മരണവുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. തൻ്റെടം കൊണ്ട് ആന കേരളത്തിൻ്റെ മനം കീഴടക്കിയ യുവരാജകുമാരന് കണ്ണീർ പ്രണാമം.